നിങ്ങൾ വാർത്ത കണ്ടു കാണും. അതായത് ഇന്ത്യയിലെ ഏറ്റവും ബില്യണറായ കോടീശ്വരൻ അഡാനി, അതായത് ഇന്ത്യ സാമ്പത്തിക പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും ബില്യണറായ അഡാനിയുടെയും അതേപോലെ തന്നെ റിലയൻസിൻ്റെയും പേരുകൾ താപ്പോട്ട് പോയി. ആ ലിസ്റ്റിലങ്ങ് 100ൻ്റെ താഴോട്ടാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബില്യനെയർ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും അതുമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് ഏറ്റവും ബന്ധമുള്ള, റിലയൻസിനേക്കാളിലും ബന്ധമുള്ള അഡാനി ഗ്രൂപ്പ് അമേരിക്കയുമായിട്ട്, അതായത് അമേരിക്കയിൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ചാർജ് ചെയ്ത അഴിമതി കേസ്, കാരണം അമേരിക്കൻ പണം ഉപയോഗിച്ച് ഇന്ത്യയിൽ, അതായത് അവർ സോളാറുമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട ആന്ധ്രാപ്രദേശിൽ എനർജി ജനറേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കൈക്കൂലി കൊടുത്തു. ഇതാണ് കേസ്. അത് കാരണം അമേരിക്കൻ പണം ഉപയോഗിച്ച് ചെയ്തു. അപ്പം അതിൻ്റെ പേരിൽ കേസ് ചാർജ് ചെയ്തു. അഡാനിയുടെ ബന്ധുക്കളും അഡാനിയുടെ മകനും ഉൾപ്പെടെയുള്ളവരാണ് ഈ കേസിൻ്റെ പ്രതികൾ. അവരുടെ ലാപ്ടോപ്പൊക്കെ അമേരിക്കൻ ഉദ്യോഗസ്ഥന്മാർ ഇന്ത്യയിൽ വന്ന് പിടിച്ചെടുത്തുകൊണ്ട് പോയി. മനസ്സിലാക്കണം, കേസ് ചാർജ് ചെയ്തു. ജോ ബൈഡൻ ഇരിക്കുന്ന സമയത്താണ് ഇതുണ്ടായത്. ഇപ്പോൾ വാർത്തകൾ വരുന്നു. ആദ്യമായിട്ട് ഇത് വാർത്ത വന്ന് ന്യൂയോർക്ക് ടൈംസിലാണ്. ഏകദേശം 4-5 ദിവസം മുമ്പ് അവർ വാർത്ത പറഞ്ഞിരിക്കുന്നത്, അഡാനി ഈ സംഭവം സെറ്റിൽ ചെയ്തു. അതായത് അമേരിക്കയുടെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് അമേരിക്കയുമായിട്ടുള്ള ഈ കേസ് സെറ്റിൽ ചെയ്തു. ഇതിനു വേണ്ടി അഡാനിക്ക് വേണ്ടി അപ്പിയർ ചെയ്തത് ഡൊണാൾഡ് ട്രംപിൻ്റെ പേഴ്സണൽ ലോയർ. അയാളുടെ പേഴ്സണൽ ലോയറാണ് അഡാനിക്ക് വേണ്ടി ഈ കേസിന് വേണ്ടി വാദിച്ചത്. അദ്ദേഹമാണ് ഇത് സെറ്റിൽ ചെയ്തത്. അപ്പം അതിൻ്റെ പെനാൽറ്റി എന്ന് പറയുന്നത് ഏകദേശം $10 ബില്യൺ, 96,000 കോടി രൂപ അഡാനി അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. 15,000 പേർക്ക്, അമേരിക്കക്കാർക്ക് അവിടെ ജോലി ജനറേറ്റ് ചെയ്യണം. ഇതാണ് സെറ്റിൽമെൻ്റ് ഉണ്ടായത്. അതേപോലെ ഇറാനിൽ നിന്നും അമേരിക്കയുടെ സാങ്ഷൻ മറികടന്ന് LPGയും CNGയും വാങ്ങിയതിൻ്റെ പേരിൽ $225 മില്യൺ, അതും പെനാൽറ്റിയാണ്. അതും അഡാനി അടയ്ക്കണം. ഇനി കാര്യം ചോദിക്കട്ടെ, ആരാണ് സറണ്ടർ ചെയ്തത്? ഞാൻ 1 വർഷം കൊണ്ട് പറയുകയാണ്, നരേന്ദ്രമോദി സറണ്ടർ മൂഡിലോട്ട് പോയി. കാരണം ട്രംപ് നല്ല പണി ഇന്ത്യക്ക് കൊടുത്തു. അതിൻ്റെ പേരിൽ അമേരിക്കൻ പ്രസിഡന്റ്, അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ മോദിയുമായിട്ട് പഴയ ലോഹ്യത്തിന് പോകാൻ തയ്യാറല്ല. അവർക്ക് ട്രസ്റ്റ്, അതായത് വിശ്വാസമില്ലാതായി. ഇത് ഞാൻ പല ആവർത്തി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത് കൺഫേം ചെയ്ത് കാണും. മോദി എന്ത് വില കൊടുത്തും അമേരിക്കയുടെ കാലിൽ പിടിക്കുകയാണ് പഴയ രീതിയിൽ ബന്ധമുണ്ടാകാൻ വേണ്ടി. ഇനി ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, എനിക്ക് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പല ലീഡേഴ്സുമായിട്ട് നല്ല ബന്ധമുണ്ട്. പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ലീഡേഴ്സ് എന്ന് പറയുന്ന പല ആൾക്കാരും ഇന്ത്യയിൽ വരുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സായിട്ടല്ല വരുന്നത്. കാരണം അവർ പ്രാദേശികം മറ്റുള്ള ലീഡേഴ്സാണ്. പക്ഷേ അവർ ഇന്ത്യയിൽ വരുന്നത് എല്ലാ സുവിശേഷകരായിട്ടാണ് വരുന്നത്. അപ്പം അവരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ഇവരെ ഞാൻ അമേരിക്കയിൽ പോയി കാണാറുമുണ്ട്. അപ്പം എന്നോടൊന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ മോദി അവിടെ വന്നിരുന്നു രണ്ടാമത്. അതായത് ലോകത്ത് ആർക്കും കൊടുത്തില്ല. നരേന്ദ്രമോദിക്കാണ് ഈ പറയുന്ന വൈറ്റ് ഹൗസിൽ ട്രംപിനെ കാണാനുള്ള അവസരം കൊടുത്തത്. ആ സമയത്ത് മോദി പറഞ്ഞൊരു ഡിമാൻഡുണ്ട്, അഡാനിക്കെതിരെയുള്ള കേസ് പിൻവലിക്കണം. അത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അൺകണ്ടീഷണലായിട്ട് അത് പിൻവലിക്കാനും തയ്യാറായി. പിന്നീട് ഈ പറയുന്ന ഇഷ്യൂസൊക്കെ മാറി ട്രംപും മോദിയും അടിയായി. അവസാനം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ തന്നെയാണ് അമേരിക്ക എടുത്തത്. അതായത് $10 ബില്യൺ ഇന്ത്യയിൽ ഇത് ഫോറിൻ കറൻസിക്ക് വേണ്ടി കേഴുകയാണ്. ഇന്ത്യ ഗവൺമെൻറ് ഗോൾഡ് എക്സ്പോർട്ടും അതും ഇതും എല്ലാം നിർത്താൻ പോകുന്നു. അഡീഷണൽ സെസ് വരുന്നു. വിദേശയാത്ര വേണ്ട എന്ന് പറയുന്നു. ആ സമയത്താണ് പറയുന്നത് ഇന്ത്യയിലെ 96,000 കോടി രൂപ കൺവേർട്ട് ചെയ്ത് അമേരിക്കയിലെ ഡോളറായിട്ട് അവിടെ കൊടുക്കണം. അവിടെ ജോലി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇന്ത്യയിലെ ജോലി ആര് ക്രിയേറ്റ് ചെയ്യും? അതേപോലെ 225 മില്യൺ അമേരിക്കയിൽ കൊടുക്കണം. ഇതായത് ബന്ധം, ഇന്ത്യയുടെ ഡിപ്ലോമസി, അതായത് മോദി ഗവൺമെൻറ്റിൻ്റെ ഡിപ്ലോമസിയുടെ ഫെയിലിയറാണ് ഇതുണ്ടായത്. അതായത് മോദി ഗവൺമെൻറ് ഇന്നത് വില കൊടുക്കുകയാണ്. എന്താണ് പ്രശ്നമുണ്ടായ അമേരിക്ക ഈ ട്രംപിനെ
ട്രംപ് എവിടെയല്ല, ഞാനാണ് വിശ്വഗുരു എന്നൊക്കെ പറഞ്ഞ് മീഡിയയിൽ സ്വയമായിട്ട് പുകഴ്ത്തിയപ്പം അതിന് തിരിച്ചടി കൊടുക്കുകയാണ് ട്രംപ്. അതായത് പെനാൽറ്റി അടച്ചേ മതിയാവും. ഇപ്പോഴെന്താ ഈ വാർത്ത വരാനും ഇതുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ഇത് ഫ്ലോട്ട് ചെയ്യാനുണ്ടായ കാരണം എന്താ? അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേയിൽ പോയി. അപ്പം നോർവേ പോയ സമയത്ത് അതിനു മുമ്പ് തന്നെ നോർവീജിയൻ ഗവൺമെൻറ്റുമായിട്ടും ഇന്ത്യ ഗവൺമെൻറ്റും അഡാനിയുമായിട്ട്, അതായത് ഇന്ത്യ ഗവൺമെൻറ് കൊളാറ്റലായിട്ട് നിന്ന് അഡാനിക്ക് ഏകദേശം എത്രയോ ബില്യൺ യൂറോ കടം കൊടുക്കാമെന്ന് പറഞ്ഞു ഇന്ത്യയിൽ എക്സ്പാൻഷൻ നടത്താൻ വേണ്ടി. മനസ്സിലാക്കുക, നോർവീജിയൻ ഗവൺമെൻറ് ഭയങ്കര ഓയിൽ റിച്ച് കൺട്രിയാണ്. ഇഷ്ടം പോലെ അവർക്ക് റിസർവ് ഉണ്ട്, പണം. അത് കൊടുക്കാൻ വേണ്ടി അവർ പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. അതായത് അഡാനിക്കെതിരെയുള്ള അമേരിക്കയിലെ കേസ് വിഡ്രോ ചെയ്യണം, സെറ്റിൽ ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നോർവേക്ക് ഇത് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം അമേരിക്കയുടെ അലയൻസ് പാർട്ട്ണറാണ്. ഇതായിട്ട് കാര്യം. എന്താണ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് പറഞ്ഞത്? കാരണം അവരുമായിട്ട് അഡാനിക്ക് ടൈപ്പ് ഉണ്ട്. കാരണം ഏറ്റവും കൂടുതൽ കൽക്കരി കൊണ്ടുവരുന്നു, മറ്റുള്ള അവിടുത്തെ പോർട്ടുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നു. അവരും അഡാനിയോട് പറഞ്ഞു അമേരിക്കയിലുള്ള കേസ് നിർത്തിക്കോണം. ആ കേസ് കഴിഞ്ഞിട്ട് വന്ന് ഇവിടെ സെറ്റിൽ ചെയ്താൽ മതി, ഇവിടെ ബാക്കിയുള്ള പരിപാടികൾ തുടങ്ങിയാൽ മതി, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ മതി. മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിലും അഡാനിയോട് പറഞ്ഞു ഈ കേസ് തീർക്കാൻ പറഞ്ഞു. അവസാനം ഒരു നിവർത്തിയില്ല. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അമേരിക്ക എന്ന് പറഞ്ഞ സൂപ്പർ ഫോഴ്സാണ്. അവൻ ലോക പോലീസാണ്. അവൻ്റെ മസിൽ പവറുണ്ട്. അവനെ നമ്മൾ ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. നരേന്ദ്ര നോട്ട് സറണ്ടേഡ് എന്നാ പറഞ്ഞേ. നരേന്ദ്രമോദി ഈ സറണ്ടേഡ്. ഇതെന്തിൻ്റെ ആവശ്യമുണ്ട്? ഇത് നേരത്തെ അങ്ങ് പറഞ്ഞ് ഈ പ്രശ്നങ്ങളൊന്നുമില്ല സെറ്റിൽ ചെയ്ത് പോയാൽ മതി. ഇവിടെയാണ് മോദിയുടെ ഡിപ്ലോമസി ഏറ്റവും വലിയ രീതിയിൽ പരാജയപ്പെട്ടത്. അമേരിക്കയെ ചലഞ്ച് ചെയ്ത് ബ്രിക്സ് ഉണ്ടാക്കാൻ പോയി. എന്താ ബ്രിക്സിൻ്റെ ഇഷ്യൂ എന്ന് നിങ്ങൾക്കറിയാം. ബ്രിക്സിൻ്റെ വിദേശകാര്യമന്ത്രിമാരുടെ കോൺഫറൻസ് ഡൽഹിയിൽ നടന്നു. ആ സമയത്ത് മോദി ഡെലിബറേറ്റ് ആയിട്ട് ഉണ്ടയിട്ടു. കാരണം ഈ പറയുന്ന ബ്രിക്സിൻ്റെ ഏതെങ്കിലും മന്ത്രിമാരുമായിട്ട് നരേന്ദ്രമോദി നിൽക്കുന്ന ഫോട്ടോസ് മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും ട്രംപ് പിണങ്ങുമെന്നറിയാം. അപ്പം ട്രംപിനെ ഭയമാണോ അല്ലയോ? അതതിൻ്റെ കാരണം. ഇപ്പം അടുത്ത ചില മീഡിയ റിപ്പോർട്ട്സ് വരുന്നു, അമേരിക്ക പറഞ്ഞു പാകിസ്ഥാനുമായിട്ട് ഡയലോഗിൽ കാര്യങ്ങൾ പോകണം, അല്ലാതെ പിണങ്ങി പോകാൻ പറ്റത്തില്ല, ഇതേപോലെ ബ്രിക്സ് ബാറ്റ് രീതിയിൽ പോകാൻ പറ്റത്തില്ല. അവസാനം RSS ആണ് പറയുന്നത് പാകിസ്ഥാനുമായിട്ട് ടോക്സ് നടത്താം. അതപ്പോൾ അമേരിക്കൻ ലൈനിലോട്ടല്ലേ ഇതൊക്കെ പോകുന്നത്? ഇതല്ലേ ഞാൻ പല ആവർത്തി പറഞ്ഞത്. എന്തോ ഡിപ്ലോമസിയിൽ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ടായിട്ടുണ്ട് മോദി ഗവൺമെൻറ്റിന്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ എക്കണോമിക് കൊളാപ്സ് കയറി വരുന്നത്. ഇതാണ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഇപ്പം മോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ അഡാനി പോയി സറണ്ടർ ചെയ്തു. അതും ഉറപ്പായിട്ടും മോദിയും കൂടെ പോയി സറണ്ടർ ചെയ്തതിന് തുല്യമല്ലേ? ഇന്ത്യൻ കറൻസി കൺവേർട്ട് ചെയ്ത് $US പോയിട്ട് 96,000 കോടി രൂപയാണ്, 10 ബില്യൺ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. പിന്നെ 225 മില്യൺ, ബില്യൺ അല്ല പിന്നെ മില്യൺ. ഇതൊക്കെ ഈസി ആയിട്ട് പറഞ്ഞ് ഒതുക്കി കൊണ്ടുപോകാവുന്ന ഇഷ്യൂസ് ആയിരുന്നു. അതായത് ട്രംപ് ഒരു കാരണവശാലും മോദിയുമായിട്ട് പഴയ ബന്ധത്തിൽ പോകാൻ തയ്യാറല്ല. അതിൻ്റെ ലക്ഷണമാണ് ഇതൊക്കെ തരുന്നത്. അമേരിക്കൻ ട്രേഡ് സെക്രട്ടറി അയാളിപ്പോൾ പറഞ്ഞേക്കുന്നത് എന്താണ്? അതായത് റഷ്യൻ ഓയിൽ വാങ്ങുന്ന കാര്യത്തിൽ ഞങ്ങൾ തീരുമാനം കൽപ്പിക്കാൻ പോവുകയാണ് വീണ്ടും. അതായത് അടുത്ത പ്രശ്നത്തിലോട്ട് പോവുകയാണ്. ഇവിടെ മോദി ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു ഡിപ്ലോമസി ഉണ്ട്. എത്രയും വേഗം പോയി ട്രംപിനെ കാണുക, കാര്യങ്ങൾ പറഞ്ഞ് വിശദീകരിച്ച് എന്താണ് പറയേണ്ടത് അത് പറഞ്ഞ് സെറ്റിൽ ചെയ്യുക. വേറെ ഒരു രാജ്യത്ത് പോയിട്ടും കാര്യമില്ല. അതാണ് അതിൻ്റെ കാര്യം. മഹാഭാരതത്തിലോ കഥ പറഞ്ഞ പോലെ ഒരാളെ മാത്രം വിശ്വാസത്തിലെടുക്കുക. അത് വിശ്വാസത്തിലെടുക്കേണ്ട ഇന്ന് അമേരിക്കയെ മാത്രമാണ്. മറ്റുള്ള രാജ്യങ്ങളുടെ കാര്യം കളയുക. അമേരിക്കയെ നിങ്ങൾ വിശ്വാസത്തിലെടുത്താൽ, അതായത് മോദി അമേരിക്കൻ ബന്ധം പഴയ പോലെ വരികയാണെങ്കിൽ വീണ്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി ഗ്ലോബൽ മെയിൻ സ്ട്രീമിലോട്ട് വരും. ഇന്ത്യ മെയിൻ സ്ട്രീമിലോട്ട് വരും. ഇന്ത്യയുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറിക്കിട്ടും. അല്ലാതെ ലോക രാജ്യങ്ങളിൽ പോയി 1 ബില്യൺ ട്രേഡ്, 1/2 ബില്യൺ ട്രേഡ്, 200 മില്യൺ ട്രേഡ്, ഇതിലൊന്നും ഇന്ത്യൻ എക്കോണമി മുന്നോട്ട് വരത്തില്ല. നമ്മൾ ചലഞ്ച് ചെയ്യേണ്ടത് ചൈനയെ തന്നെയാണ്.
ചൈനയെ നമ്മൾ ചലഞ്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ കൂടെ അമേരിക്ക വേണം, അല്ലാതെ വേറൊരു രാജ്യം നിന്നുകൊണ്ട് ഒരു കാര്യവും നടക്കത്തില്ല. അമേരിക്കയാണ് ഡിക്റ്റാറ്റ് എന്ന് പറയുന്ന ആ കാര്യത്തിൽ. കാരണം ഗ്ലോബലായിട്ടുള്ള ബിസിനസ് മസിൽ പവർ അവൻ്റെ കയ്യിൽ തന്നെയാണ്. അവനെ പോയി ചാക്കിടാത്ത കാര്യങ്ങൾ നടക്കത്തില്ല. ഇവിടെയാണ് മോദി. അത് ഇപ്പോൾ പല ഇന്ത്യൻ എക്കണോമിക് എക്സ്പേർട്ടുകൾ പറയാൻ തുടങ്ങി, ട്രംപുമായിട്ടുള്ള പ്രശ്നം പോയി സെറ്റിൽ ചെയ്യണം. മോദി എവിടെ പോയി കാലെ പിടിച്ചാൽ ഈ കാര്യങ്ങൾ ട്രംപിനെ മയക്കി കൊണ്ടുവരണം. അയാൾ ഭ്രാന്തനാന്നും വട്ടനാന്നും എന്ത് വേണോ കുന്തം നിങ്ങൾ വിളിച്ചോ. അതേപോലെ ട്രംപിൻ്റെ ഡിമാൻഡാണ് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെ അറ്റാക്ക് ചെയ്യരുത്. അയാളുടെ ഡിമാൻഡ് തന്നെയാണ്. അത് അക്സെപ്റ്റ് ചെയ്തേ മതിയാവത്തുള്ളൂ മോദി. അതായത് അതിനകത്ത് ഒരു യാതൊരു വിട്ടുവീഴ്ച ഉണ്ടാവത്തില്ല. ഈ അറ്റാക്കിൻ്റെ ഒക്കെയാണ് ഇപ്പം അനുഭവിക്കുന്ന. ഇന്ത്യൻ കറൻസി കൺവേർട്ട് ചെയ്ത് അമേരിക്കൻ ഡോളറിലോട്ട് പോവുകയാണ്. ഇപ്പം ആർക്കാ നഷ്ടമുണ്ടാകുന്നത്? നമ്മുടെ ഈ മഹാരാജ്യത്തിനാണ് നഷ്ടമുണ്ടാകുന്നത്. നമ്മളിത് ഈഗോ കാണിച്ചിട്ടൊന്നും കാര്യമില്ല. അവൻ്റെ കയ്യിൽ പണമുണ്ട്, പവറുണ്ട്, മിലിറ്ററി ഉണ്ട്. അവൻ്റെ കാലെ പിടിക്കാതെ ഈ കാര്യങ്ങൾ തീരത്തില്ല. അവൻ്റെ ചില കാര്യങ്ങളുണ്ട്, അത് നമ്മൾ നിന്ന് കൊടുത്തേ മതിയാവത്തുള്ളൂ. ഇതിനകത്ത് വിശ്വഗുരുവിൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഇന്ത്യൻ എക്കോണമി, ഇന്ത്യൻ ഡിപ്ലോമസി കൊളാപ്സ് ആകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദാനിക്ക് പറ്റിയെങ്കിൽ നാളെ മറ്റുള്ളവർക്കുണ്ടാകാം. ഇന്ത്യക്കാർ അവിടെ കിടന്ന് H1B വിസയും ഗ്രീൻ കാർഡ് അവിടെ കിടന്ന് സഫർ ചെയ്യുകയാണ്. ഇന്ത്യൻ ചെറുപ്പക്കാർക്ക് പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല. ഇതിനൊക്കെ ആരാണ് കാരണം? ആരാണ് തുടക്കം വെച്ചത്? ഇപ്പം ഇതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരണം. അത് കൊണ്ടുവന്നേ മതിയാവത്തുള്ളൂ. അതായത് ഞാൻ വീണ്ടും പറയുന്നു, ഈ പാകിസ്ഥാനുമായിട്ട് ഉണ്ടായതൊക്കെ ഉണ്ടായി, ടോക്സും പറഞ്ഞ് റിലേഷൻഷിപ്പ്. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇന്ത്യയുടെ എയർലൈൻസ് സർവൈവ് ചെയ്യത്തുള്ളൂ. കാരണം പാകിസ്ഥാൻ സ്കൈ കൂടെ പറഞ്ഞാൽ മാത്രമേ ഇന്ത്യൻ എയർലൈൻസ് ലോങ് ഹോൾ ഫ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര നഷ്ടത്തിലോട്ട് പോവുകയാണ്. എയർ ഇന്ത്യയുടെ സ്ഥിതി നാളെ ഇൻഡിഗോയ്ക്കുണ്ടാകും, മറ്റുള്ള എയർലൈൻസിനുണ്ടാകും. എന്തുകൊണ്ട് ഇത്ര നഷ്ടം സഹിക്കുന്നത്? ഇത് പറഞ്ഞങ്ങ് തീർക്കുക. എന്തെങ്കിലും മറ്റുള്ള പ്രശ്നമുണ്ടെങ്കിൽ രണ്ടും മ്യൂച്വലായിട്ട് പറഞ്ഞു തീർക്കണം. അല്ലാതെ ഈ പറയുന്ന സംഘപരിവാറിൻ്റെ ചില അജണ്ടകൾ നടപ്പിലാക്കാൻ മോദി നിന്നു കൊടുക്കരുത്. അതിന് ഇനിഷ്യേറ്റീവ് ഇപ്പോൾ RSS ചെയ്തു കഴിഞ്ഞു. അവർ തന്നെ പറഞ്ഞു പാകിസ്ഥാനുമായിട്ട് ടോക്സ് വേണം. ഇതിലോട്ട് കാര്യങ്ങൾ പോകട്ടെ. അയൽ രാജ്യങ്ങളുമായിട്ട് നല്ല റിലേഷൻഷിപ്പിൽ പോകണം. അതേപോലെ മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള സംഘപരിവാറിൻ്റെ ആ പരിപാടി നിർത്തുക. അവരെയും കൂട്ടത്തിൽ കൊണ്ടുപോവുക. സോഷ്യൽ മീഡിയയിലുള്ള അറ്റാക്ക്, ലിഞ്ചിങ്ങും മാറ്റുക. ഇപ്പോൾ ലോകം നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. നോർവേയിലുണ്ടായ സംഭവം, ഒരു മലയാളി ഡിപ്ലോമാറ്റാണെന്ന് തോന്നുന്നു, സിബി ജോർജ്. അദ്ദേഹം എന്ത് ന്യായീകരണമാണ് കൊടുക്കുന്നത്? അതായത് ഒരു ജേർണലിസ്റ്റ് ചോദിച്ച ചോദ്യം, 5000 വർഷത്തെ പാരമ്പര്യം, മണ്ണാങ്കട്ട, തേങ്ങാക്കൊല, ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. എങ്ങനെയാണ് ലോകം നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നത്? എനിക്കൊന്ന് മലയാളിയാണെന്ന് തോന്നുന്നു ആ ഡിപ്ലോമാറ്റ്. സിമ്പിൾ ആൻസർ കൊടുക്കുക. അതിന് വേണ്ടാത്ത കാര്യങ്ങളും മഹാത്മാഗാന്ധിജിയുടെ കാര്യം പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത് ക്രൂഷ്യൽ ടൈമാണ് ഗ്ലോബലായിട്ട്. ഇപ്പം ഇതിനകത്ത് അഡാനി പോയി സറണ്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ മോദി സറണ്ടേഡാണ്. ഇപ്പം എത്രയും വേഗം അമേരിക്കയുമായിട്ട് സെറ്റിൽ ചെയ്യുക, മറ്റുള്ള രാജ്യങ്ങളിലെ പോക്ക് നിർത്തുക, ഇന്ത്യയിലെ പ്രശ്നങ്ങൾ താൽക്കാലികമായിട്ട് മാറിക്കിട്ടും. ഇതാണ് എൻ്റെ ഒരു വിശ്വാസം.